സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് എനിക്ക് അങ്ങനെ വലിയ ബന്ധമൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് CPM-മായിട്ടായിരുന്നു ബന്ധം ഉണ്ടായിരുന്നത്. ഞാൻ SFIയുടെ നേതാവൊക്കെ ആയിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം. ഞാൻ ചോദിക്കട്ടെ, ഇവരൊരു അദ്ദേഹത്തിന് സമാധി ഇരുത്തുന്നതിൻ്റെ, അദ്ദേഹം പോയി സമാധി സ്ഥലത്തിരിക്കുന്നതിൻ്റെ വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും അദ്ദേഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എടുക്കാമായിരുന്നു. ഈ വാവരെന്ന് പറഞ്ഞൊരു സംഭവത്തിന് അയ്യപ്പനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് തെളിയിച്ചതാണ്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ചില പ്രീണന നടപടികൾ കൊണ്ട് അത് മൂടി വെച്ചിരിക്കുകയാണ്. പഴയ കാലത്തും ഇന്നും ഈ സ്ത്രീകളോടുള്ളൊരു വിവേചനം എന്തുകൊണ്ടാണ്? ഒരു സിനിമയിലെ ഹീറോ ആ സിനിമയെ നിലനിർത്തുന്നത് ഹീറോയാണ്. ഇതുവരെ ഒരു ആർട്ടിസ്റ്റ് പോലും, ഒരു സ്ത്രീ പോലും അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് പോലും ഇങ്ങനെ ഒന്ന് ആരെങ്കിലും ഭാഗത്തുനിന്ന്, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്നോ ഒരു മോശം അനുഭവം ഉണ്ടായിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞു. മോഹൻലാൽ ഞാനും കൊണ്ടൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി, അതിൻ്റെ പൂജ കഴിഞ്ഞു, പടം അനൗൺസ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ നടന്നില്ല. മലയാള സിനിമയിൽ ഒരുപിടി ഹിറ്റുകൾ സമ്മാനിച്ച പ്രശസ്ത സംവിധായകൻ വേണുഗോപാലൻ തമ്പി സാറാണ് ഇത് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത്. നമസ്കാരം സർ. വേണുഗോപാലൻ തമ്പി എന്നൊക്കെ പറയുമ്പോഴേക്കും ആർക്കും ഒന്നും മനസ്സിലാവില്ല. വിജി തമ്പി സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഈ വേണുഗോപാലൻ തമ്പി വിജി തമ്പിയിലേക്ക് എത്തിയത്? എൻ്റെ യഥാർത്ഥ പേര് വേണുഗോപാൽ എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് രാഘവൻ തമ്പി എന്നാണ്. അതാണ് വേണുഗോപാലൻ തമ്പി ആയത്. ഞാൻ എൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ പേരത് തന്നെയായിരുന്നു. സിനിമയിൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും പ്രവർത്തിച്ച സമയത്തും പേരത് തന്നെയായിരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന സിനിമയാണ്. ആ സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമ ഉണ്ടാവാൻ കാരണം എൻ്റെ ഗുരുവാണ്. എൻ്റെ ഗുരു എന്ന് പറയുന്നത് ശ്രീ ബാലേന്ദ്ര മേനോനാണ്. അദ്ദേഹം തന്നെയാണ് ആ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് 2 സുഹൃത്തുക്കൾ ചേർന്നാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത്. തിരക്കഥ മാത്രം അദ്ദേഹത്തിൻ്റെ പേര് വെച്ചില്ല. കാരണം ഒരു അപ്കമിങ് ഡയറക്ടർ എന്ന നിലയ്ക്ക് തിരക്കഥയും കൂടെ അദ്ദേഹത്തിൻ്റെ ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടില്ല എന്ന് കരുതി അദ്ദേഹം ഒരു പെൻ നെയിമിലാണ് സിനിമ എഴുതിയത്. അപ്പോൾ അദ്ദേഹമാണ് സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞ് വേണുഗോപാലൻ തമ്പി എന്നൊക്കെ ഇങ്ങനെ പുള്ളി ആലോചിച്ചിട്ട് പറഞ്ഞത്. വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കോമണാണ്, ഒരുപാട് പേരുണ്ട്. വേണു എന്ന് വെച്ചാൽ വേണു എന്ന ഡയറക്ടറുണ്ട്, വേറെ വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്. പിന്നെ വേണുഗോപാലൻ തമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ. ഇത്രയും ചെറുപ്പമായിട്ടുള്ള ആൾ വേണുഗോപാലൻ തമ്പി എന്ന് വെച്ചാൽ പ്രായമുള്ള ആളാണെന്ന് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് വേണുഗോപാൽ വി ജി തമ്പി എന്ന് വെച്ചാലും പ്രായം തോന്നിക്കും. അപ്പോൾ നമുക്ക് ചുരുക്കിയത് വിജി തമ്പിയാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ഗുരുവായ ബാലേന്ദ്ര മേനോൻ സാറാണ് വേണുഗോപാലൻ തമ്പിയെ വിജി തമ്പിയാക്കിയത്. ഓക്കെ. അപ്പോൾ ഈ 1988 എന്ന് പറയുമ്പോഴേക്കും വളരെ ചെറിയ പ്രായമാണ്. പക്ഷെ ആ ചെറിയ പ്രായത്തിൽ 2 സിനിമകൾ, ഡേവിഡ് മിസ്റ്റർ ഡേവിഡും വിറ്റ്നസ് എന്ന സിനിമ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് സംഭവങ്ങൾക്ക് വിറ്റ്നസ് ആയ ഒരു സിനിമയാണത്. കാരണം ഈ പറഞ്ഞ പോലെ ജയറാം പാർവതി റിലേഷൻ ആണെങ്കിലും, അതുപോലെ തന്നെ സന്തോഷ് ശിവനായിരുന്നു ക്യാമറയായി നിശ്ചയിച്ചിരുന്നത്, വസന്തകുമാർ വരുന്നു, അതുപോലെ തന്നെ ലിൻഡ കച്ചപ്പള്ളിയുടെ ജീവിതമാണ് ഹരിദാസുമായൊരു ലൈഫാണ് നോക്കിയാലും എല്ലാത്തിനും സാക്ഷിയായത് വിറ്റ്നസ് എന്ന സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമയെ ഓർത്തെടുക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? 1987 ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് തുടങ്ങിയത്. അത് റിലീസ് ചെയ്തത് 1988 87 ലാസ്റ്റ് നവംബർ ഡിസംബറിലാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതൊരു അപൂർവ ഭാഗ്യമാണ്. ഇത് ഈശ്വരാനുഗ്രഹമാണെന്ന് ഞാൻ പറയുള്ളൂ, അല്ലാതെ എൻ്റെ കഴിവാണെന്നോ ഒന്നും ഞാൻ പറയില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഒരു പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു പടത്തിന് വേണ്ടി ഒരു പ്രൊഡ്യൂസർ എന്നെ സമീപിക്കുകയും അങ്ങനെയാണ് വിറ്റ്നസ് എന്ന സിനിമ ഉണ്ടാകുന്നത്. വിറ്റ്നസ് എന്ന സിനിമ ഉണ്ടാകുന്നതിന് കാരണം മിസ്റ്റർ ഡേവിഡ് എന്ന സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. ആ സമയത്താണ് ജയറാം നായകനായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമ അപരൻ, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് അവിടെ നടക്കുന്നത്. പത്മരാജൻ സാറാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ജയറാം പുതുമുഖ നടൻ എന്ന നിലയിൽ അയാൾ എല്ലാ ദിവസവും അവിടെ ഉണ്ട്. അയാളുടെ ഡബിങ്ങിന് വേണ്ടി മാത്രമല്ല, ത്രൂ ഔട്ട് അയാളുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് പരിചയപ്പെടാനും അങ്ങനെ നല്ലൊരു സൗഹൃദം ഉണ്ടായി തമ്മിൽ. ആ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ ഇങ്ങനെ വളരെ അപ്പോൾ പുള്ളിയുടെ തമാശയും അപരൻ എന്ന സിനിമയിൽ പുള്ളി വളരെ സീരിയസ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയിലുള്ളൊരു മിമിക്രിക്കാരനോ അല്ലെങ്കിൽ കോമഡിയനോ ഒന്നും അതിൽ വന്നിട്ടില്ല, വളരെ സീരിയസ് ആയിട്ട് ക്യാരക്ടറാണ്. അപ്പോൾ അയാളുടെ തമാശയും കാര്യങ്ങളും പലരെ അവതരിപ്പിക്കുക, പ്രേംനസീറിനെ അവതരിപ്പിക്കുക, മധുസാറിനെ അവതരിപ്പിക്കുക, അങ്ങനെ ഒരുപാട് പേരെ അവതരിപ്പിക്കുകയും അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഈ ലെഷർ ടൈമിലൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചെന്നാൽ ജയറാമിനെ വെച്ച് ആ സിനിമ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി പറ്റുന്നൊരു കഥകൾ ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെയാണ് ജഗദീഷ് ശ്രീകുമാർ യാദൃശ്ചികമായിട്ട് എന്നോട് പറഞ്ഞ ഒരു ത്രെഡാണത്. 2 ചെറുപ്പക്കാർ ചെന്നൊരു അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതാണ്. അബദ്ധം എന്താണെന്നോ
അതൊരു കൊലപാതകത്തിൽ സംഭവിക്കുന്നു, അതിൽ ഇവർ കുടുങ്ങിപ്പോകുന്നു. അങ്ങനെയൊക്കെ ഒരു ത്രെഡ് മാത്രമേ പറഞ്ഞുള്ളൂ. അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് ശ്രീ ജോൺ ബോളും കലൂർ ഡെന്നീസും ചേർന്നാണ് എൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് വിറ്റ്നസ് എന്നൊരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ജയറാം പ്രധാന കഥാപാത്രം, അതുപോലെ കൂട്ടുകാരനായിട്ട് ജഗദീഷ് ശിവകുമാർ. പിന്നെ അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മധുസാർ ഉണ്ടായിരുന്നു, ജയഭാരതി ചേച്ചിയുണ്ട്, തിലകൻ ചേട്ടൻ, സുകുമാരൻ, അതുപോലെ ഒരുപാട് ഒരുപാട് നടന്മാരുള്ള ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ ആ ഒരു സിനിമയാണ് ഇപ്പം 2 പ്രണയങ്ങൾക്കും സാക്ഷിയായത്. അപ്പം അത് സാറിന് കണ്ടെത്താൻ പറ്റിയിരുന്നോ അത്? അല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ പാർവതി നായികയാണ്. എങ്കിൽ പോലും അവരിൽ ഈ ആദ്യത്തെ സിനിമയുണ്ട് ജയറാം ഒരു പരിഭ്രമത്തോടു കൂടിയാണ്. പിന്നെ പത്മനാഭ സാറിൻ്റെ സെറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന സിനിമയാണ് വിറ്റ്നസ് വരുന്നത്. അപ്പോൾ വിറ്റ്നസ്സിൽ കുറച്ചുകൂടെ ഫ്രീ ആയി. എന്നാലും പാർവതി കുറച്ച് സീനിയർ ആർട്ടിസ്റ്റാണ്. പാർവതി സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സിനിമയിലൂടെയാണ് പാർവതി സിനിമ നടിയാവുന്നത്. വിവാഹിതരെ ഇതിലെ എന്ന ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ. അപ്പം പാർവതിയായിട്ട് എനിക്ക് വളരെ അടുപ്പമുണ്ട്, കുടുംബപരമായിട്ട് അടുപ്പമുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ ജയറാം കുറിച്ച് അവിടെ വെച്ച് ഫ്രീ ആയി. അതിലൊരു രസകരമായ ഒരു സീനിലാണ് ഇവർ തമ്മിലുള്ളൊരു ബന്ധം തുടങ്ങുന്നത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ വി ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്വയം സഹായ സംഘം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ജയറാമും ജഗദീഷ് ശിവകുമാറും കൂടി ചേർന്ന് തുടങ്ങുന്നത്. അപ്പം പാർവതിയും കുറേ കൂട്ടുകാരികളും ഒന്നിച്ചൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. അവർ കോളേജ് സ്റ്റുഡൻസാണ്. അവർക്ക് ഈ പരീക്ഷണത്തിന് വേണ്ടി അവർക്ക് കുറച്ച് തവളകളെ വേണം. അങ്ങനെ അവർ വിളിച്ച് വി ഹെൽപ്പിൽ ഓർഡർ ചെയ്യണം. അങ്ങനെ ഇവർ ജഗദീഷ് ശിവകുമാറും ജയറാമും കൂടെ രാത്രി പോയി തവളയൊക്കെ പിടിച്ച് അതിനൊരു മറ്റേ എന്താ പറയുക, നമ്മുടെ ഈ ഗിഫ്റ്റ് പാക്കറ്റിനകത്തൊക്കെ ആക്കിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് തുറക്കുമ്പോൾ തവളയൊക്കെ എടുത്ത് ചാടും. ഈ ഒരു തമാശയിൽ തുടങ്ങിയിട്ട് അവിടെ തൊട്ടാണ് ഇവർ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു വിറ്റ്നസ് സമയത്താണ് ഇവർ കൂടുതൽ അടുക്കുന്നത് വെച്ചാൽ പരിഭ്രമമൊക്കെ മാറി ഒരു സൗഹൃദ ബന്ധം ഉണ്ടാകുന്നു. പിന്നെ അടുത്ത കുറേ സിനിമകളിൽ വന്നപ്പോഴത്തേക്കും അതൊരു പ്രേമമായി, കടുത്ത പ്രണയമായി, വിവാഹത്തിലേക്ക് എത്തി. പക്ഷേ ഇനി സിനിമയിലേക്ക് വന്നാൽ 88-ൽ തുടങ്ങിയതാണ്. പക്ഷെ അതിനുശേഷം ഈ 90-കൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം 3 സിനിമകൾ വരെ ചെയ്തൊരു ചരിത്രം സാറിനുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 4 സിനിമ ചെയ്തിട്ടുണ്ട്. 4 സിനിമയൊക്കെ എന്തിനാണ് ഒരു മാജിക്ക്? അല്ല, 4 സിനിമ റിലീസായിട്ടേ ഉള്ളൂ. ചിലപ്പോൾ അതിന് മുമ്പത്തെ വർഷമായിരിക്കും തുടങ്ങുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, 87-ൽ തുടങ്ങിയ ഡേവിഡ് മിസ്റ്റർ ഡേവിഡാണ് 88 റിലീസ് ചെയ്തത്. അതുപോലെ എനിക്ക് 92-ലാണെന്ന് തോന്നുന്നു എൻ്റെ 4 സിനിമ റിലീസ് ചെയ്തത്. അത് 91-ൽ തുടങ്ങിയ സിനിമയാണ്. 91-ൽ തുടങ്ങിയതാണ് 2 സിനിമകൾ. ഒന്ന് കുണുകെട്ട കോഴി എന്ന സിനിമ 91-ൽ പൂർത്തിയായ സിനിമയാണ്. അത് 92 ആദ്യം റിലീസ് ചെയ്തു. അതുപോലെ 91-ൽ തുടങ്ങിയ സിനിമയാണ് സൂര്യമാനസം. അത് 92-ലാണ് റിലീസ് ചെയ്തത്. പിന്നെ 2 സിനിമയും കൂടെ ചെയ്തു. ആ വർഷമാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. ഞാൻ കൂടുതൽ സിനിമ അങ്ങനെ ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ള ആളല്ല. ഞാൻ ഒരു സിനിമ കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ ശേഷം അടുത്ത സിനിമ ചെയ്യാമെന്നുള്ളതാണ്. അത് ഒരേ ജോണറിൽപ്പെട്ട സിനിമ ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ തുടർച്ചയായ വർഷങ്ങളിൽ സിനിമ എടുത്തെങ്കിലും ജയറാം സാർ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഈ സിനിമകളൊക്കെ എടുക്കുക 88, 89, 90 ഈ സിനിമകളിലൊക്കെ ജയറാം സാറും കൂടെ ഉണ്ടായിരുന്നു. ലക്കി ഫാക്ടറാണോ? അതുകൊണ്ടാണോ? എങ്ങനെയാണ്? അത് കഴിഞ്ഞ് ജഗദീഷ് സാർ ഉണ്ട് കൂടെ. അങ്ങനെയല്ല, ചില സമയത്ത് ചില കോമ്പിനേഷൻസിൽ വരുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തൊരു പ്രോജക്റ്റ് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആ പ്രോജക്റ്റിലുള്ള ആൾക്കാരെ തന്നെ അടുത്തേക്ക് ആലോചിക്കും. അല്ലെങ്കിൽ അതിന് പറ്റുന്ന കഥയായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുണുകെട്ട കോഴി എന്ന സിനിമ ഒരു 1.5 വർഷത്തിന് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. ആ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ ജയറാമിനെയും മുകേഷിനെയാണ് ആലോചിച്ചത് സിനിമയ്ക്ക് വേണ്ടി. പക്ഷേ ആ സമയത്ത് അവർ വലിയ തിരക്കായിരുന്നു. അപ്പോൾ അവർക്ക് പ്രൊഡ്യൂസർ സിമ്പിൾ ബഷീർ എന്ന ആളാണ്, കലൂർ ഡെന്നീസാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. അപ്പം സിമ്പിൾ ബഷീറിന് ഉടൻ സിനിമ ചെയ്യണം, അതിന് വെച്ച് നീട്ടാൻ പറ്റില്ല, ഇവരുടെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്കെപ്പോഴും അങ്ങനെ ഒരു പരീക്ഷണം ഇഷ്ടമുള്ള ആളാണ്. കാരണം ഞാനിപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു വലിയ സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളൊന്നുമല്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ സിനിമയ്ക്ക് പറ്റുന്ന ആർട്ടിസ്റ്റ് എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സിനിമയാണ് ആൾക്കാർ നോക്കുന്നത്, അല്ലാതെ ഇന്ന നടൻ അഭിനയിച്ചതുകൊണ്ട് സിനിമ ഹിറ്റാവില്ല. ഏത് വലിയ നടൻ അഭിനയിച്ചാലും സിനിമ നല്ലതല്ലെങ്കിൽ പിറ്റേ ദിവസം ആൾക്കാർ ആ സിനിമയെ ഉപേക്ഷിക്കും. അപ്പോൾ സിനിമ നല്ലതാണെങ്കിൽ നടന്മാരൊരു പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനും കലൂർ ഡെന്നീസും കൂടെ ആലോചിച്ചു, നമുക്ക് എന്തുകൊണ്ട് ഒരു പുതിയ ഒരു ടീമിനെ ആലോചിച്ചുകൂടാ. അങ്ങനെയാണ് ജഗദീഷ്, സിദ്ദിഖ് എന്നുള്ളൊരു ടീം തുടങ്ങുന്നത്. അതിനു മുമ്പ് അവർ കൂട്ടക്കളിയിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇൻ ഹരിഹർ നഗർ, അതുപോലെ മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞാൽ അതെല്ലാവരും കൂടെ ചേർന്നൊരു കൂട്ടക്കളി, ഒരു തമാശ പടമാണ്. അതിൽ നിന്നും ഒരു ഫാമിലി ഡ്രാമയിലേക്ക് ജഗദീഷും സിദ്ദിഖും ആദ്യമായിട്ട് വരുന്നത് കുണുകെട്ട കോഴിയിലാണ്. ഇനിയൊരു സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറയാം. പൂങ്കുന്നത്ത് കാവ് പുലികടന്ന മടയിൽ ഹരിപ്രസാദ്. അത് സിംഹവാലൻ മേനോൻ.
ഓക്കെ, അത് നമ്മളെല്ലാവരും ഇങ്ങനെ ഇപ്പോൾ കണ്ടാലും പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ എങ്ങനെയാണ് ഇത്ര സീരിയസ് ആയിട്ടുള്ള മധു സാറിനെ എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രത്തിലോട്ട് കൊണ്ടുവന്നത്? അതെങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല, അയ്യോ ഇത് അങ്ങനെ ക്ലിക്കാവുമോ? ഇപ്പം അത്രയും ഒരു സീരിയസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ഇങ്ങനെ ഒരു തമാശ കലർന്ന ഒരു സീരിയസ് ആയിട്ടൊരാൾ എങ്ങനെയാണ് മധു സാറിലേക്ക് എത്തിയത്? മധു സാറിൻ്റെ ഒരു നേച്ചർ അറിയാമോ? മധു സാർ സിനിമയിലൊക്കെ വളരെ സീരിയസ് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമെങ്കിലും ജീവിതത്തിൽ വളരെ തമാശ പറയുന്ന ഒരാളാണ്, വളരെ രസകരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. മധു സാറിൻ്റെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മധു സാറിൻ്റെ ആ തമാശയും കാര്യങ്ങളും ഒന്നും ആരും കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 2-3 സിനിമകളിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വിറ്റ്നസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ അദ്ദേഹത്തോട് നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു, നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈ സിനിമ ഇത് ശശിധരൻ ആറാട്ട് വഴി എന്ന ആളാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ഇന്നും ഇല്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു കഥ വന്ന് പറഞ്ഞു. അപ്പോൾ മലയാളത്തെ സ്നേഹിക്കുന്ന, മലയാളം മാത്രം പറയുന്ന, മറ്റൊരു ഭാഷയും ഇഷ്ടപ്പെടാത്ത ഗാന്ധിയനായൊരു വ്യക്തി, ഖദർ മാത്രം ഇടുന്ന, അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പോൾ ആരെ ഇടാം? പലരെ ഇടാം. അന്നത്തെ കാലത്ത് തിലകൻ ചേട്ടനെ ആലോചിക്കാം, നെടുമുടി മണി ചേട്ടനെ ആലോചിക്കാം, അല്ലെങ്കിൽ ഇന്നസെൻറ്റിനെ ആലോചിക്കാം, പലരെ ആലോചിക്കാം. അപ്പോൾ അവരൊക്കെ പക്ഷേ ഇതുപോലത്തെ കഥാപാത്രം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെ ആലോചിക്കാം? അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ മധു സാറിനെ ആലോചിച്ചാലോ? അപ്പം മധു സാറ് സമ്മതിക്കുമോ? അതാണ് അത് സംശയം. ഒരു കോമഡി എന്നാ പറയുമ്പോൾ അങ്ങനെ എന്തായാലും മധു സാറിനെ പോയി കണ്ട് ഈ കഥ പറഞ്ഞു. മധു സാർ പറഞ്ഞു, നിങ്ങളെന്താ എന്നെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം? എന്നെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞു, സാറ് മറ്റിവരെയൊക്കെ വേണമെങ്കിൽ കാസ്റ്റ് ചെയ്യാം, പക്ഷേ ഇവർ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ആ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സാറ് ചെയ്യുമ്പോൾ സാറിൻ്റെ ഒരു യഥാർത്ഥത്തിൽ സാറിൻ്റെ ഉള്ളിലൊരു തമാശക്കാരനെ നമുക്കറിയാം. പുള്ളി അങ്ങ് ചിരിച്ചു. നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞാൻ ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെയാണ് മധു സാർ അതിലേക്ക് വരുന്നത്. മറ്റൊരു ക്യാച്ചിങ് ആയ ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയത്തിൻ്റെ സേനാനി ബൂസ്റ്റ്. ഇത് ഭയങ്കര ഹിറ്റായ ഡയലോഗാണ്. ഈ പറഞ്ഞ പോലെ ജഗതി ചേട്ടനാണ്. അല്ല അതുപോലെ ഇപ്പോഴും സിംഹാല മേനോനിലെ എല്ലാ മറ്റേ ട്രോളിലും കാര്യങ്ങളിലും ഒക്കെ വരുന്നതും ബർത്ത്ഡേകളിൽ ഇപ്പോൾ അയക്കുന്നൊരു സംഭവമുണ്ട്, സന്തോഷ ജന്മദിനം കുട്ടിക്ക് എന്നുള്ള. അത് മധു സാറ് ഇംഗ്ലീഷ് വിരോധിയാണല്ലോ. അപ്പം മകൾ ഉർവശിയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. മകളുടെ പിറന്നാളിന് വരുമ്പം ജഗദീഷ് കുമാർ അറിയാതെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ പുള്ളി ദേഷ്യപ്പെടും. അപ്പോഴാണ് പുള്ളി പെട്ടെന്ന് മാറ്റും, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അതിപ്പോൾ ഭയങ്കര പോപ്പുലറാണ്. ഒരുപാട് ബർത്ത്ഡേക്കൊക്കെ ഇത് പലരും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മറ്റേ പറഞ്ഞതാണ് ബൂസ്റ്റ് അല്ലേ, ബൂസ്റ്റിൻ്റെ പരസ്യം. അത് പിടക്കോഴി കൂന്ന നൂറ്റാണ്ടെന്ന സിനിമയാണ്. അതിൽ അമ്പളിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ, അതൊരു എന്താ പറയുക, ക്രിയേറ്റഡ് ക്യാരക്ടറാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പിടക്കോഴി പോകുന്ന നൂറ്റാണ്ടിൽ നമുക്കറിയാം മനോജ് കെ ജയൻ, ഉർവശി ചേച്ചി, ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ അതും ഈ സിനിമ സാക്ഷിയായിട്ടുണ്ട്. അവരുടെ ഒരു റിലേഷൻ ഒരു പരിധി വരെ അത് പറയാം. ഉർവശി അതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസറും കൂടെയാണ്. അതെ, ഉർവശിയുടെ താല്പര്യത്തിലാണ് ആ സിനിമ നടന്നത്. പക്ഷെ അത്രയും വലിയൊരു കോമഡി സിനിമയാണ് പിടക്കോഴി പോകുന്ന നൂറ്റാണ്ട്. കാരണം ഈ ഇത്രയും ആർട്ടിസ്റ്റുകൾ എല്ലാം കോമഡി കഥാപാത്രങ്ങൾ, എങ്ങനെയാണ് ഇവരെല്ലാം വെച്ച് ഇങ്ങനെ ഒരു ജോണറിലൊരു സിനിമ, പല 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 ജോണറിലെ സിനിമകളാണ് ചെയ്തത്? അല്ല ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരേ ജോണറിൽപ്പെട്ട സിനിമകൾ ചെയ്യുന്നതിന് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. മിക്കവാറും എല്ലാ ടൈപ്പ് സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇപ്പം ആക്ഷൻ ചെയ്തിട്ടുണ്ട്, സസ്പെൻസ് ചെയ്തിട്ടുണ്ട്, കോമഡി ചെയ്തിട്ടുണ്ട്, ഫാമിലി സിനിമകൾ ചെയ്തിട്ടുണ്ട്, ലവ് സ്റ്റോറി ചെയ്തിട്ടുണ്ട്, ഹൊറർ ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജോണറും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞാൽ ഒരു ഭാഗ്യം കൊണ്ടിങ്ങനെ വരുന്നതാണ് അതെല്ലാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ മമ്മൂട്ടി സാറായാലും അതിൽ പൃഥ്വിരാജ് ആയാലും അങ്ങനെ ദിലീപ് ആണെങ്കിലും നാടോടി മകൻ എല്ലാ നടന്മാരെയും ഉൾപ്പെടുത്തി സിനിമ ചെയ്തിട്ടുണ്ട്, ഒരാളെ ഒഴിച്ചു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലുമായി ഒരു സിനിമ, ലാലേട്ടനെ വെച്ചൊരു സിനിമ എന്തുകൊണ്ടാണ്? അല്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനും ഇപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഞാനും കൂടെ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി, അതിൻ്റെ പൂജ കഴിഞ്ഞു, പടം അനൗൺസ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ നടന്നില്ല. ബലരാമൻ എന്നാണ് ആദ്യം പേരിട്ടിരുന്നത്, പിന്നെ രണ്ടാമത് അത് മാറ്റിയിട്ട് കനൽ എന്നൊരു പേരിട്ടു. ആ പടത്തിന് പൂജ വരെ കഴിഞ്ഞാണ്. 7 ആർട്സാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോയത്. ഇവിടെ വിസ്മയിൽ വെച്ച് എൻ്റെ പൂജ കഴിഞ്ഞതാണ്. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ പടം നടന്നില്ല. അപ്പോൾ അതിനുശേഷം എന്തോ മോഹൻലാലായിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ പറ്റിക്കൂടായില്ല, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം മോഹൻലാൽ ഇപ്പോഴും ഏറ്റവും മലയാളത്തിലെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തെ വെച്ച് ചിലപ്പോൾ നാളെ ഒരു സിനിമ ചെയ്തു കൂടായികയില്ല.
പക്ഷെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ സിനിമയൊന്ന് വിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആയിരുന്നു എന്ന് പറയാം. ആയിരുന്നു. അത് 10 വയസ്സുള്ളപ്പോൾ പോലും വണ്ടി ഓടിക്കാൻ പഠിച്ചിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? എൻ്റെ അച്ഛന് 2-3 വണ്ടി ഉണ്ടായിരുന്നു അന്ന്. അച്ഛന് സ്വന്തമായിട്ടുള്ള വണ്ടിയുണ്ട്. പിന്നെ അച്ഛൻ അന്ന് ഈ ടാക്സീസൊക്കെ വളരെ അപൂർവമാണ്. ഞങ്ങൾ ആറ്റിങ്ങിലാണ് താമസിക്കുന്നത്. അപ്പോൾ അച്ഛൻ അന്ന് 2 ടാക്സി ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കാൻ ആൾക്കാർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് പണ്ടേ കൊച്ചിലെ ഞങ്ങൾ ഇങ്ങനെ യാത്ര പോകുമ്പോഴൊക്കെ എപ്പോഴും എൻ്റെ ശ്രദ്ധ ഇതിലാണ്, ഡ്രൈവിങ്ങിലാണ്. അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എന്നെ ആരും ഡ്രൈവിങ് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കണ്ടു പഠിച്ചിട്ട് 10 വയസ്സുള്ളപ്പോൾ വീട്ടിൽ 2-3 വണ്ടി ഇങ്ങനെ ഷെഡിട്ടേക്കും. അപ്പോൾ അച്ഛൻ വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛൻ ഉറങ്ങുന്ന സമയത്ത് അച്ഛൻ്റെ ഡ്രോയിൽ നിന്ന് ഞാൻ താക്കോലെടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ കുറച്ച് മോഡലായിട്ടാണ് 10 വയസ്സ്. അപ്പം കാർ ഷെഡിൽ വന്നിട്ട് ഷെഡ് തുറന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിറക്കി. ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് റോഡാണ്, ഒരു പ്രൈവറ്റ് റോഡാണ്, നമ്മുടെ 2-3 വീടുകളൊക്കെ ഉള്ള അവിടെ. അത് നേരെ പോയിട്ട് മെയിൻ റോഡിൽ ഇറങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എനിക്കറിയില്ല ഓടിച്ചു കൊണ്ടുപോയി മെയിൻ റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് കൊണ്ട് മതിലിൽ കൊണ്ടുപോയി ചേർത്തു. പിന്നെ അത് വലിയ വിപ്ലവമൊക്കെ ആയി വീട്ടിൽ. പിന്നെ അതിനുശേഷം പയ്യെ അച്ഛൻ ഡ്രൈവറോട് പറഞ്ഞു, അവനെ സമയം കിട്ടുമ്പോഴേക്കൊന്ന് പഠിപ്പിച്ചോ എന്ന്. അങ്ങനെ എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ അവന് ഓടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഡ്രൈവിംഗ് ഇഷ്ടമായിരുന്നു, അതുപോലെ അഭിനയവും ഇഷ്ടമായിരുന്നു. കാരണം സാറിൻ്റെ സിനിമകളിലൊക്കെ സാർ ഒരു അതിഥി വേഷങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്, അല്ലാതെയും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയമായിരുന്നു ശരിക്കും മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയത്തിലേക്കാണ് ഞാൻ വന്നത്. കാര്യം എൻ്റെ സ്കൂൾ ജീവിതത്തിലാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് വരാൻ കാരണം. അത് എനിക്കറിയില്ല, ഞാനൊരു കലാകാരനാവും എന്നുള്ളതിന് ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ഞാൻ ഹൈസ്കൂൾ സമയത്താണ് എൻ്റെ അവിടുത്തെ ഒരു ടീച്ചർ, അതായത് രാമൻപിള്ള സാറിന്, അദ്ദേഹമാണ് സ്കൂളിൽ അവതരിപ്പിച്ചൊരു നാടകത്തിൽ എൻ്റെ അടുത്തൊരു വേഷം ചെയ്യാൻ പറഞ്ഞു. എനിക്ക് നല്ല സൈസൊക്കെ ഉണ്ടെന്നും കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന്. പിന്നെ നീ അഭിനയിക്കൂടാ, ഞാൻ അഭിനയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നടനാവുന്നത്. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആദ്യത്തെ നാടകത്തിൽ അതിൽ തന്നെ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി സ്കൂളിൽ. അങ്ങനെ ആ നാടകം സ്കൂൾ കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ അവതരിപ്പിച്ചു, സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് ബെസ്റ്റ് ആക്ടറും കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതോടുകൂടി പിന്നെ മോണോ ആക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അഭിനയത്തിലേക്ക് ഒരു താല്പര്യം വന്നു. അത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത ശ്രീ GS പണിക്കർ, ഏകാഗ്നി എന്നൊക്കെ സിനിമ ചെയ്ത അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഫിലിം പ്രകൃതി മനോഹരി എന്നൊരു സിനിമ, അതിനുവേണ്ടി അന്നത്തെ കാലത്തൊരു ഒരു പരസ്യം വന്നു. ആ സിനിമയിലേക്ക് പുതിയ ആൾക്കാരെ അന്വേഷിക്കുന്നു. ഞാൻ ഒരെണ്ണം എഴുതിയാൻ കഴിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഭാഗ്യം കൊണ്ട് അങ്ങനെ അതിൽ ഒരു വേഷത്തെ അഭിനയിക്കാൻ കിട്ടി. പക്ഷേ അതായിരുന്നു എൻ്റെ ജീവിതത്തിലൊരു ചേഞ്ച് എന്ന് പറയുന്നത്. കാരണം ഞാനതിൽ അഭിനയിക്കാൻ പോയി, അതൊരു കടക്കൽ എന്ന സ്ഥലമാണ്, അവിടെ കല്ലറ പാങ്ങോട് സ്വാതന്ത്ര്യ സമരത്തിനെ ബേസ് ചെയ്തൊരു സിനിമയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അവിടെ എല്ലാവരും ചേർന്നൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് യൂണിറ്റോ കാര്യങ്ങളോ ലൈറ്റോ അങ്ങനെയൊന്നുമില്ല, കാട്ടിനകത്തൊക്കെയാണ് ഷൂട്ടിങ്. അപ്പം മിക്കവാറും എല്ലാവരും സ്വന്തമായിട്ട് തന്നെ അന്ന് ഇതൊക്കെ ഉള്ളൂ, റിഫ്ലക്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. റിഫ്ലക്റ്റേഴ്സൊക്കെ നമ്മൾ റിഫ്ലക്റ്റേഴ്സൊക്കെ ചുമന്ന കാത്തു പോയി ഷൂട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഒരു നടനെന്നൊരുപരി ഒരു സംവിധായകനാകണമെന്നൊരാഗ്രഹം മനസ്സിൽ ഉദിക്കാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു. ഇതിനൊരു പ്രൊഫഷണലായിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചു. വീട്ടിൽ നിന്നൊക്കെ എതിർപ്പുണ്ടായിരുന്നു, പക്ഷേ അതിലേക്ക് വന്നു. ഇപ്പോൾ 87 എടുത്തു കഴിഞ്ഞാൽ 87 തൊട്ട് ഇപ്പോൾ ഈ സമയം വരെയും സാറിൻ്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ജഗദീഷ് ശ്രീകുമാർ സാറുമായി ഒരു കോമ്പിനേഷൻ തോന്നിയിട്ടുണ്ട്. കാരണം ഏകദേശം സിനിമകളിലെല്ലാം ജഗതി ചേട്ടനുണ്ട്. അപ്പോൾ അതെന്തായിരുന്നു ആ ഒരു മാജിക്, ആ ഒരു ആത്മബന്ധം എങ്ങനെയായിരുന്നു? ജഗദീഷ് ശ്രീകുമാറുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് വിറ്റ്നസ് തൊട്ടാണ്. അതിന് മുമ്പ് ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ജഗദീഷ് ശ്രീകുമാർ അഭിനയിച്ചിരുന്നു. ജഗദീഷ് ശ്രീകുമാറും ബാലേന്ദ്ര മേനോനും വളരെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. വിറ്റ്നസ്സിലാണ് അദ്ദേഹം. പിന്നെ അതിനുശേഷം നല്ലൊരു ബന്ധം വന്നു വെച്ചാൽ എത്ര തിരക്കാണെങ്കിലും, അമ്പിളിച്ചേട്ടൻ എത്ര തിരക്കാണെങ്കിലും എൻ്റെ സിനിമ ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ച് പറയുക. പ്രൊഡക്ഷൻ മാനേജറെ കൊണ്ടൊന്നും വിളിപ്പിക്കില്ല. അമ്പിളിച്ചേട്ടാ എനിക്കൊരു ക്യാരക്ടറുണ്ട്, എനിക്കൊരു 5-6 ദിവസം വേണമെന്ന് ഞാൻ പറഞ്ഞു. തമ്പി എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞു. കൃത്യമായിട്ട് വന്നിരിക്കുകയും ചെയ്യും. ഇല്ല, അതുപോലെ തന്നെയാണ് അവിട്ടം തിരുനാൾ ആരോഗ്യ സീമൻ. നേരത്തെ ചോദിച്ചില്ലേ, ഈ സിംഹവാല മേനോൻ പോലെ ശശിധരൻ ആറാട്ടുപേട് തന്നെയാണ് അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമൻ. അങ്ങനൊരു കഥാപാത്രം, അതായത് അടുത്ത ബന്ധുക്കളില്ലാത്ത അകന്ന ബന്ധുക്കൾ മാത്രമുള്ള
പഴയ കാലത്ത് ജീവിക്കുന്ന, മനസ്സുകൊണ്ട് പഴയ കാലത്ത് ജീവിക്കുന്ന, പടത്തലവനായിട്ട് ജീവിക്കുന്ന അവിടെ നിന്നിരുന്ന ആളാരോഗ്യ ശ്രീമാൻ എന്ന് പറയുന്ന ആ കഥാപാത്രം അച്യുതക്കുറുപ്പ്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഇങ്ങനെ ശശിധരൻ ആറാട്ടുപുഴയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ഉണ്ടാക്കാൻ പറ്റിയ ഒരാളാണ്, പ്രത്യേകിച്ച് മലയാളത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നിയിരുന്നു. കാരണം നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരെ നമ്മളങ്ങനെ കാണുന്നുണ്ട്. ആരുമില്ലാതെ ഓരോ വീടുകളിലും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഇതാരെ കൊണ്ട് ചെയ്യിക്കും? ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ നെടുമുടി മണിച്ചേട്ടന് പറ്റും, തിലകഞ്ചേട്ടന് പറ്റും, ആർക്ക് വേണമെങ്കിലും പറ്റിയ റോളും. അപ്പോൾ അവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു പുതുമയുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ ആലോചിച്ചെന്ന് ജഗദീഷ് ശ്രീകുമാറിനോട് ചോദിച്ചാലോ, അദ്ദേഹത്തെ കൊണ്ട് ജയിച്ചാലോ. പക്ഷേ ജഗദീഷ് ശ്രീകുമാർ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് മാക്സിമം 3 ദിവസം അല്ലെങ്കിൽ അങ്ങറ്റം 4 ദിവസം മാത്രം ഡേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹമില്ലാത്ത സിനിമ ഇല്ലല്ലോ. മലയാള സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ ഇല്ലാത്ത സിനിമ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പം ശശി എൻ്റെ അടുത്ത് പറഞ്ഞു അത് നടക്കില്ല തമ്പി, കാരണം അത് എപ്പോൾ ചെയ്യാനായത് ഇദ്ദേഹം, ഇത്രയും ഡേറ്റ് വേണ്ടേ, മെയിൻ റോളല്ലേ, എങ്ങനെയും 10-30 ദിവസം വേണ്ടേ. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം, നമ്മൾ ചോദിച്ചില്ല എന്നൊരു നാളെ നമുക്കൊരു വിഷമം തോന്നരുത്, ചോദിക്കാം. അങ്ങനെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അദ്ദേഹം ഒരു ഡബ്ബിങ് നടക്കുമ്പോൾ ഞാനും ശശിയും കൂടെ ഉച്ചയ്ക്ക് ചെന്നു. ബ്രേക്ക് സമയത്ത് പുറത്തിറങ്ങി. എന്താ ഞാൻ അമ്പലച്ചേട്ടൻ ചോദിച്ചു ഡേറ്റ് വേണമായിരുന്നു. ഡേറ്റോ എന്നാ പറഞ്ഞാൽ പോരാ, അതിനിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, അത് പറഞ്ഞാൽ പോരാ, ഒരു കഥയൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. കഥയൊന്നും കേൾക്കണ്ട, കുഴപ്പമില്ല, അല്ലല്ല കഥ കേട്ടിട്ട് പറയാമെന്ന്. അങ്ങനെ ആ ബ്രേക്ക് സമയത്ത് പുള്ളി പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നു. ഞങ്ങളൊന്ന് മാറിയിരുന്നിട്ട് ഈ കഥ പറഞ്ഞ് പുള്ളിക്ക് പുള്ളി കുറേ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരാളിനെ അറിയാം, ഇങ്ങനെ ഒരാളിനെ അറിയാം, പുള്ളി കുറേ പറഞ്ഞു. ഇതിലേത് റോളാണ് എന്നെ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു കഥാപ്രസംഗക്കാരൻ്റെ ഒരു കോമഡി റോളുണ്ട്, ഇന്ദ്രൻസാണ് ചെയ്തത്. പുള്ളി വിചാരിച്ച് ആ റോളിൽ വല്ലതും ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ അച്യുതക്കുറുപ്പിൻ്റെ റോളാണ് ഉദ്ദേശിക്കുന്നത്. അയ്യോ ഞാനോ? ഞാൻ പറഞ്ഞു അതാണ് ഞാൻ വിളിച്ചേട്ടൻ ഉദ്ദേശിക്കുന്ന റോളെന്ന്. അത് ഗംഭീര സംഭവമാണല്ലോ, ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അമ്പളിച്ചേട്ടൻ റെഡിയാണ്, നമ്മൾ ചെയ്യാം. എത്ര ദിവസം വേണം തമ്മിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു 30-35 ദിവസം ഇങ്ങനെ കുറഞ്ഞത് വേണം. അപ്പോൾ ഞാൻ ഒരു 5-6 പടം ഞാൻ കട്ട് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എനിക്കറിയില്ല, ഞാൻ അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. ശരി തമ്പി പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു. ഏത് പടം പോയാലും കുഴപ്പമില്ല. ഞാൻ പുള്ളിയെ സംബന്ധിച്ച് ഒരു പടത്തിനും അങ്ങനെ അഡ്വാൻസ് വാങ്ങിക്കുകയോ അങ്ങനെ കമ്മിറ്റ്മെൻറ്റേ ചെയ്യത്തില്ല. ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തുകയുള്ളൂ. പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്. പ്ലാൻ ചെയ്തോളാൻ പറഞ്ഞു. അതും സമാധാനമായി. ഞങ്ങളും ഇവിടെ പ്ലാൻ ചെയ്ത് തൊട്ടടുത്ത മാസം ഷൂട്ടിങ് തുടങ്ങി. 35 ദിവസം തടയൊക്കെ ഷേവ് ചെയ്ത് പുള്ളി കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടില്ല. അതിനിടയ്ക്ക് ഒരു ഡബ്ബിങ്ങിന് പോലും പോയിട്ടില്ല. ആ പടം കംപ്ലീറ്റ് ചെയ്യണവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ആ ഒരു ആത്മബന്ധത്തിൻ്റെ കൂടി ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അമ്പളിച്ചേട്ടൻ്റെ ലൈഫ് ടൈം ക്യാരക്ടറിലൊന്നാണത്. ഒരിക്കലും കോമഡി ക്യാരക്ടർ അദ്ദേഹത്തിന് ഇപ്പോഴും അറിയപ്പെടുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു സീരിയസ് വേഷം അദ്ദേഹം ആദ്യം ചെയ്തിട്ടില്ല. ഇനി ഇന്നത്തെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ 37 വർഷമായി സിനിമയിലുള്ള ആളാണ് സാറ്. അപ്പോൾ പണ്ട് നമ്മളൊരു സിനിമ എന്നെടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാമറയുടെ ഇടതുവശം ക്യാമറാമാനും വലതുവശം സംവിധായകനുമായിരിക്കും. അങ്ങനെ രണ്ടുപേരും ആ ഫ്രെയിമൊക്കെ നോക്കി. ഇന്നത് മാറി. ഇന്ന് ഈ പറഞ്ഞത് മാതിരി ഒരു കൂടാരത്തിനുള്ളിൽ ഒരാൾ ക്യാമറ, പിന്നെ ഒരു ആത്മബന്ധം ആ വ്യൂ ഫൈൻഡറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അഭിനയിക്കുന്നവരെ കാണാം. ആ ഒരു ആത്മബന്ധം പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ആത്മബന്ധം സിനിമയിലുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളെല്ലാം പറയാം നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രി ആണെന്ന് ചോദിക്കില്ലേ? ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലാണെന്ന്? ഫിലിമില്ലല്ലോ സിനിമയിൽ നിന്ന് ഫിലിം എന്ന സാധനം നഷ്ടപ്പെട്ടില്ലേ, ഡിജിറ്റലായില്ലേ. പണ്ടൊക്കെ നമുക്ക് ഫിലിം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമായിരുന്നു. കാരണം വളരെ കോസ്റ്റ്ലിയാണ്, വളരെ പ്രഷ്യസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ആദ്യം നമ്മളൊരു പ്രൊഡക്ഷനിൽ സംസാരിക്കുമ്പോൾ, ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പം പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ചോദിക്കും എത്ര റോൾ ഫിലിം വേണ്ടി വരുമെന്ന് ചോദിക്കും. അത് 30 റോള്, 40 റോള്, 50 റോള്, 60 റോള്, 70 റോള്, അങ്ങനെ നമ്മുടെ സിനിമയുടെ വലിപ്പം പോലെ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിനുള്ളിൽ തീർക്കണം. ചില സമയത്ത് ഫിലിം കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഫിലിം ബ്ലാക്കിൽ വാങ്ങിക്കുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ അന്ന് ആ സിനിമയ്ക്കുണ്ടായിരുന്നൊരു സീരിയസ്നെസ് വളരെ കൂടുതലാണ്. കാരണം ആ ക്യാമറ ഓടുമ്പോൾ ഒരു സൗണ്ട് വരും, ഗ്രറെന്ന് പറഞ്ഞ്. ഇത് ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാക്കുന്ന ടെൻഷൻ ഭയങ്കരമാണ്. അപ്പോൾ നമ്മളൊരു 4-5 റിഹേഴ്സലൊക്കെ ചെയ്ത് പക്കയായി കൺഫേമാണ്, ക്യാമറമാൻ ഓക്കെയാണ്, ആർട്ടിസ്റ്റ് ഓക്കെയാണ്, എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ടേക്കിലേക്ക് പോകുള്ളൂ. കഴിയുന്നിടത്തോളം ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കാൻ ശ്രമിക്കും. അബദ്ധവശാൽ വന്നാൽ സെക്കൻഡ് ടേക്ക്, അതിനപ്പുറത്തേക്ക് പോവില്ല, പോയാൽ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഡിജിറ്റലായി കഴിഞ്ഞപ്പോൾ 2-3 ക്യാമറ വയ്ക്കുന്നു, നമുക്കിഷ്ടമുള്ളതുപോലെ എടുക്കുന്നു. എഡിറ്റിംഗ് ടേബിളിൽ പോയിട്ട് അത് വേണ്ട ഇത് വേണ്ട തോന്നിയതുപോലെ കട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യാനുള്ളൊരവസരങ്ങളുണ്ടായി.
പിന്നെ നമ്മുടെ ഈ നേരത്തെയുള്ള കാലഘട്ടത്തിൽ ഫിലിം ഷൂട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ ക്യാമറമാൻ മാത്രമേ ഫ്രെയിം കാണുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ സിനിമാസ്കോപ്പിലോ 70mm ഏത് ഫ്രെയിമിൽ കണ്ടാലും ഇത്രയും വലിയ സ്ക്രീനിൽ കാണുന്ന സാധനത്തിന് ഒരു തീപ്പെട്ടിയുടെ വലുപ്പത്തിലാണ് ക്യാമറമാൻ കാണുന്നത്. അപ്പോൾ നമ്മളൊരു ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളത് പറഞ്ഞതുപോലെ ക്യാമറ പിടിച്ചുകൊണ്ട് ഇടതുവശത്ത് ക്യാമറമാനും റൈറ്റ് സൈഡിലാണ് ഡയറക്ടർ നിൽക്കുന്നത്. ഡയറക്ടർ നിന്നാൽ ഡയറക്ടർക്ക് നേരിട്ട് ആർട്ടിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേഷനുണ്ട്, ഐ ടു ഐ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതായത് ഷോട്ട് കഴിഞ്ഞാൽ ആദ്യം ആർട്ടിസ്റ്റ് നോക്കുന്ന ഡയറക്ടറുടെ മുഖത്താണ്, അയാൾ തൃപ്തനാണോ ഇല്ലയെന്ന്. ഡയറക്ടർ നോക്കുന്ന ക്യാമറമാൻ്റെ മുഖത്തേക്കാണ്, ക്യാമറമാൻ ഓക്കെ ആണോ എന്ന്. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് ക്യാമറമാനോടാണ്, ഓക്കെ ആണോ. ക്യാമറമാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ ഡയറക്ടർക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും. അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് പറയാൻ എനിക്ക് ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ അടുത്ത ടേക്കിലേക്ക് പോകുള്ളൂ. അപ്പം ഇന്ന് പക്ഷേ അങ്ങനെയല്ല. ഇന്നിപ്പം ക്യാമറമാന് പോലും ഇമ്പോർട്ടൻസ് കുറഞ്ഞിരിക്കുന്നു. കാര്യം ഇന്നിപ്പോൾ നമുക്ക് പണ്ട് ആപ്പാടുള്ളത് നമുക്ക് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഫൈനലി വന്നിട്ടൊരു കളർ കറക്ഷൻ എന്ന ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ DA ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം, ലൈറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രെയിം മാറ്റാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്കതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാം. പണ്ടതില്ലായിരുന്നു. പണ്ട് നമുക്കിപ്പം ഈ പറഞ്ഞ എഫക്റ്റുകൾ തന്നെ, സിനിമയിൽ എഫക്റ്റ് തന്നെ ചില വളരെ അപൂർവമായ എഫക്റ്റുകളെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടുകൂടി എന്ത് കാര്യങ്ങളും ചെയ്യാം. പക്ഷേ അത് വന്നപ്പോൾ സിനിമയ്ക്ക് കുറച്ച് പഴയ ഒരു ഗൗരവം കുറഞ്ഞോ. പിന്നെ മാത്രമല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ക്യാമറമാൻ എവിടെയോ നിൽക്കുന്നു, ഡയറക്ടർ കൂടാരത്തിൽ ഒരു ഇത് മോണിറ്റർ വെച്ച് അതിൻ്റെ മുമ്പേ ഇരിക്കുന്നു, മൊത്തം കറുത്ത മൂടി, പകലാണെങ്കിൽ കറുപ്പിട്ട് മൂടിയിരിക്കുന്നു, ആർട്ടിസ്റ്റ് എവിടെയോ നിന്ന് അഭിനയിക്കുന്നു. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. അപ്പം ഡയറക്ടർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് മൈക്രോഫോണിലൂടെയാണ്. അതാണ് പറയുന്നത്. അവിടെ അപ്പം സ്പീക്കർ വെച്ചിട്ടുണ്ടാവും, സ്റ്റാർട്ട്, കട്ട്, ആക്ഷൻ, ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഇതുവഴിയാണ്. അപ്പോൾ ഇത് ഒരു ആത്മബന്ധത്തിനെ ബാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു കാരവൻ സംസ്കാരം സിനിമയുടെ വളരെ ഒരു റിലേഷൻസിനെ ബാധിച്ചിട്ടുണ്ട്. പണ്ട് നമ്മളിപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ അടുത്ത ഷോട്ട് ക്യാമറമാനോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ലൈറ്റപ്പ് ചെയ്യാൻ സമയത്ത് ഡയറക്ടറും ആർട്ടിസ്റ്റും ബാക്കി എല്ലാവരും ഒന്നിച്ചിരിക്കും. പ്രൊഡ്യൂസർ വന്നിരിക്കും, എല്ലാവരും ഒന്നിച്ചിരുന്ന തമാശകളും അപ്പോഴത്തെ കാര്യങ്ങളും പിന്നെ ആ സിനിമയുടെ മറ്റ് ഡിസ്കഷൻസും എല്ലാം ആയിരിക്കും നടക്കുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധമില്ല. ഇപ്പോൾ ആക്ടേഴ്സ് ഒരു ഷോട്ട് കഴിഞ്ഞാൽ അവരെ ക്യാരവനിലേക്ക് പോകും. മിക്കവാറും ഡയറക്ടേഴ്സിന് ഇപ്പോൾ ക്യാരവനുണ്ട്, ഡയറക്ടർ ക്യാരവനിലേക്ക് പോകും. ക്യാമറമാൻ അടുത്ത് ലൈറ്റ് ചെയ്തിട്ട് അറിയിക്കുമ്പോൾ ഡയറക്ടർ വരും, ലൈറ്റിംഗ് ഷോട്ടൊക്കെ ആണോ നോക്കും, എന്നിട്ട് ആർട്ടിസ്റ്റ് വരും, അഭിനയിക്കും. ഇത് കഴിഞ്ഞ് വീണ്ടും പഴയ പടി തന്നെ ആവും. അപ്പം ബന്ധങ്ങൾക്കൊരു കണക്ഷൻസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിനിമ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ടെക്നിക്കലി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര ടെക്നിക്കലി ഇമ്പ്രൂവ് ചെയ്താലും നമ്മുടെ സിനിമയുടെ ജീവൻ എന്ന് പറയുന്ന, അതിൻ്റെ ആത്മാവെന്ന് പറയുന്ന കഥാംശവും അതിനകത്തുള്ള സന്ദർഭങ്ങളുമാണ്. അതില്ലെങ്കിൽ സിനിമയില്ല. ഈ പഴയ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ അഭിനേതാക്കളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു, അതായത് സ്ത്രീകളൊട്ടും സുരക്ഷിതരല്ല സിനിമയിൽ, അല്ലെങ്കിൽ ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ. ഒരു 37 വർഷത്തെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ സാറിനോട് ആരെങ്കിലും എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എൻ്റെ അനുഭവത്തിൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അല്ല, അതൊക്കെ എനിക്കറിയില്ല. അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ആയിരിക്കും. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായ കാലം തൊട്ട്, അതായത് നിങ്ങൾ 37 വർഷം ഡയറക്ടറായിട്ടായി. ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് ഏകദേശം 45 വർഷമായി. 45 വർഷത്തോളം ഞാൻ സിനിമയിലുണ്ട്. ഈ 45 വർഷത്തിനിടയ്ക്ക് അങ്ങനെ എനിക്ക് ഇതുവരെ ഒരു മോശം അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ഇതുവരെ ഒരു ആർട്ടിസ്റ്റ് പോലും, ഒരു സ്ത്രീ പോലും അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് പോലും ഇങ്ങനെ വന്ന് ആരെങ്കിലും ഭാഗത്തുനിന്നോ, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്നോ ഒരു മോശം അനുഭവം ഉണ്ടായിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ടോയ്ലറ്റ് പോലും ഇപ്പോഴാണ് വനിതകൾക്ക് ഇപ്പോൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടിത്തുടങ്ങിയത് എന്നൊക്കെ. ഈ പഴയ കാലത്തും ഇന്നും ഈ സ്ത്രീകളോടുള്ളൊരു വിവേചനം എന്തുകൊണ്ടാണ്? അതായത് ഇപ്പം പ്രതിഫലത്തിൻ്റെ കാര്യം എടുത്താൽ കൂടി പുരുഷന്മാരെക്കാളും കുറവാണ് വനിതാ അഭിനേതാക്കൾക്ക്. അതെന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, നമുക്കിപ്പോൾ ഒരു സിനിമകളിൽ ഇപ്പം എനിക്ക് ഒരു സിനിമയിലെ ഹീറോ, ആ സിനിമയെ നിലനിർത്തുന്നത് ഹീറോയാണ്. ഇപ്പോൾ അല്ലാതുള്ള ഹീറോയിൻ ഓറിയൻറ്റഡ് സിനിമകൾ വരുമ്പോൾ, ഇപ്പം മഞ്ജു വാര്യർ അഭിനയിക്കുന്ന പല സിനിമകളും മഞ്ജു വാര്യർ നല്ല ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് പല ആൾക്കാരും, ഇപ്പം ഷീലാമ്മ ആയാലും ശരി, ജയഭാരതി ആയാലും ശരി, ആ കാലഘട്ടത്തിൽ അവർ നല്ല ശമ്പളം വാങ്ങിച്ചവരാണ്. അതുപോലെ തന്നെ ഉർവശി ആയാലും ശോഭനയായാലും അവരൊക്കെ ആ സമയത്ത് നല്ല ശമ്പളം വാങ്ങിച്ച് അഭിനയിച്ചവരാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് ചോയ്സസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു വലിയ ഹീറോയിൻ ഓറിയൻറ്റഡ് സിനിമകളും ഇപ്പോൾ അധികം വരുന്നില്ല.
അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും, അല്ലാതെ അങ്ങനെ ഒരു വിവേചനമൊന്നും ഒരിക്കലും സിനിമയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു വെറും കാൽപ്പനികമായ പറച്ചിലുകളാണ്, അല്ലാതെ അതിലൊന്നും എനിക്കൊരു പൂർണ്ണമായിട്ട് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സിനിമ വിട്ട് കഴിഞ്ഞാൽ ഈ 90കളിലെ ഹിറ്റ് സംവിധായകൻ എങ്ങനെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പദവിയിലേക്ക് എത്തിയത്? അതെങ്ങനെയാണ്? വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു സംസ്ഥാന അധ്യക്ഷനാവുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. മാത്രമല്ല ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് എനിക്ക് അങ്ങനെ വലിയ ബന്ധമൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് CPM-ആയിട്ടായിരുന്നു ബന്ധം ഉണ്ടായിരുന്നത്. ഞാൻ SFIയുടെ നേതാവൊക്കെ ആയിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് കലാകാരനായി മാറിയപ്പോഴത്തേക്കും നമുക്ക് രാഷ്ട്രീയം ഞാൻ ഉപേക്ഷിച്ചതാണ്. രാഷ്ട്രീയവും നമുക്ക് കലാകാരന്മാർക്ക് രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്ക് രാഷ്ട്രീയമില്ല, തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയത്തിലേ ഇല്ല. നമ്മുടെ ഒരു അഭിമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല അതിന് രാഷ്ട്രീയമില്ല, അതിൽ മറ്റൊരു ചിന്തകളുമില്ല. എനിക്കങ്ങനെ മറ്റു മതങ്ങളോട് വിരോധമില്ല. എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ നല്ല അടുത്ത സുഹൃത്തുക്കൾ ഹിന്ദു മതത്തിലല്ല, അല്ലാതെയുള്ള മതങ്ങളിലാണ്. ഇസ്ലാം മതത്തിലായാലും ശരി, എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമയിൽ എനിക്ക് സിദ്ദീഖ് ഇപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഇസ്ലാം മതത്തിൽപ്പെട്ട ആളാണ്. അതുപോലെ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട എത്രയോ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ അപ്പം എനിക്കങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷേ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. പ്രധാനമായിട്ടും ഞാൻ വരാൻ കാരണം ഈ 2018 ശബരിമല ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിലേക്ക് എന്നെ അടുപ്പിച്ചത്. അതിലെനിക്കൊന്ന് വലിയ വിഷമം തോന്നി. കാരണം ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. 8ാമത്തെ വയസ്സോട് ശബരിമലയിൽ പോയി തുടങ്ങിയതാണ്. കോവിഡ് സമയത്ത് 1-2 വർഷം മുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ മുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. കാരണം അന്നത്തെ ഒരു നമ്മുടെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ ഒരു പെരുമാറ്റവും ആ സ്ത്രീകളെ അവിടെ കൊണ്ടുവന്ന് കയറ്റിയതും അങ്ങനെ ഒരുപാട് ഒരു വിഷമം ഉണ്ടാക്കി. അതിനുവേണ്ടി അപ്പം ഞാൻ മുൻനിരയിൽ ഇറങ്ങി പ്രവർത്തിച്ചു അതിനെതിരായിട്ട്. അയ്യപ്പ സംഗമത്തിലും അന്ന് അമ്മ പങ്കെടുത്ത അയ്യപ്പ സംഗമത്തിലും അതുപോലെ ഒരുപാട് ഇതിൽ പ്രവർത്തിച്ചു. അതായിരിക്കാം എന്നെ ഇതിലോട്ട് അടുപ്പിച്ചത്. ഇപ്പോൾ ഒരു വിവാദമുണ്ടായി, സമാധി വിവാദമൊക്കെ ഉണ്ടായി നെയ്യാറ്റിൻകരയിൽ. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം അച്ഛൻ്റെ ആഗ്രഹം പ്രകാരമാണ് സമാധി ഇരുത്തിയത്, പക്ഷെ അത് പൊളിക്കണമെന്ന് ഏറ്റവും കൂടുതൽ വാദിച്ചത് പുറത്തു നിന്നുള്ള ചില തൽപര കക്ഷികളാണ്. അതിന് വേണ്ടി വാദിച്ചതും വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള ചില സംഘടനകളാണ്. അപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, സമാധി എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സമാധിയാണ്. മഹാസമാധി എന്ന് പറയുമ്പോൾ നമുക്ക് ജീവസമാധിയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഹിമാലയങ്ങളിൽ പല സ്ഥലത്തും ആൾക്കാർ ഇപ്പം എൻ്റെ ജീവിതം എനിക്ക് പൂർത്തിയായി കഴിഞ്ഞു, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, എന്നെ കൊണ്ടിനി ആർക്കും ഒരു ഗുണവുമില്ല, ഞാൻ ഇനി എന്തിനാ എൻ്റെ ശരീരവും ചുവന്നുകൊണ്ട് നടക്കുന്നത് എന്നൊരു തോന്നലുണ്ടാകുന്ന സമയത്ത് സന്യാസിമാർ ഒന്നുകിൽ ഏറ്റവും ഉയർന്ന കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ജീവൻ അവസാനിപ്പിക്കും, ശരീരം ഉപേക്ഷിക്കും. അല്ലെങ്കിൽ ഹിമാലയത്തിൽ മഞ്ഞ് ഉളഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതിലേക്ക് ചാടും. അപ്പോൾ ഇപ്പോഴും ഹിമാലയത്തിൻ്റെ പല മലയിടുക്കുകളിലും ഈ ശരീരം അഴുകാത്ത അതുപോലിരിക്കുന്ന ശരീരങ്ങൾ ഇന്നുമുണ്ട്. അല്ലെങ്കിൽ തീ ജ്വലിപ്പിച്ച് അതിലേക്ക്, അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയിലോ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഇങ്ങനെ സമാധിയാവും. അങ്ങനെ അത് നമ്മുടെ സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് നിയമം ഉണ്ടാവില്ല. അതിനിപ്പം നിയമപരമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അംഗീകരിക്കുമെന്നറിയില്ല, പക്ഷേ അത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ ജീവസമാധി, ഇപ്പോൾ സമാധി, ഞാൻ സമാധി ഇരിക്കുന്നു, പക്ഷേ അവിടെ ഇവർക്ക് പറ്റിയൊരു തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു അറിവുകേടായിരിക്കാം. 100 വർഷത്തിന് മുമ്പാണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായത്. അദ്ദേഹം ജീവസമാധി, ഇതുപോലെ സമാധിയാവുന്ന ദിവസം അദ്ദേഹം എഴുതി വെച്ച് എല്ലാ ആൾക്കാരും വന്നിരുന്നിട്ട് അദ്ദേഹം ഇരുന്ന് ആ സമാധിയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ പോയതാണ്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് സമാധി ഇരുത്തുന്നതിൻ്റെ, അദ്ദേഹം പോയി സമാധി സ്ഥലത്തിരിക്കുന്നതിൻ്റെ വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും അദ്ദേഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എടുക്കാമായിരുന്നു. എടുത്തിരുന്നെങ്കിൽ ഈ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിൽ സന്യാസി ശ്രേഷ്ഠന്മാരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹൈന്ദവ സംഘടനകളുടെ ആൾക്കാരെയോ വിളിച്ച് അങ്ങനെ ചെയ്യാമായിരുന്നു. ഇതൊന്നുമില്ലാതെ അങ്ങനെ വന്നപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റേതായ ഒരു ദുരൂഹതയാണ് അതിൽ വന്നത്. അപ്പോൾ അതിലിപ്പം നമുക്കിപ്പം ഗവൺമെൻറ് ഇടപെട്ടതിലോ അല്ലെങ്കിൽ കോടതി ഇടപെട്ടതിലോ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും ഒരു മരണത്തിൻ്റെ ദുരൂഹത മാറ്റുക എന്നുള്ളത് സർക്കാരിൻ്റെയും കോടതികളുടെയും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ എന്തുപറ്റി, ഇത് നേരത്തെ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഈ ശരീരം എടുത്തുകൊണ്ട് പോയി വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത് വെട്ടിക്കയറേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു. തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും സമാധി ഇരുത്തേണ്ട കാര്യവും വരില്ലായിരുന്നു. പക്ഷെ അത് അവർക്ക് പറ്റിയ ഒരു തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയായിരിക്കാം. അവസാനമായ ഒരു ചോദ്യമാണ്, ഇനിയിപ്പോൾ
സിനിമയിൽ അധികം സജീവമല്ല, പക്ഷേ പുരാണ സീരിയലുകളാണ്. മറ്റ് സീരിയലുകൾ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, കാരണം നമ്മുടെ ഒരു ജോണർ അല്ല അത്. ഞാനിപ്പോൾ കോമഡി സീരിയൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ആക്ഷൻ സീരിയൽ ചെയ്തിട്ടുണ്ട്, പുരാണ സീരിയലുകൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പം ശ്രീകൃഷ്ണലീല ചെയ്തു, ദേവി മാഹാത്മ്യം ചെയ്തു, അയ്യപ്പ ശരണം ചെയ്തു, ഇപ്പം ഞാൻ ദേവി അമ്മേ ഭഗവതി ചെയ്തു. അടുത്തത് അങ്ങനെയും എന്തെങ്കിലും ചെയ്യാൻ ഇപ്പോൾ അമൃതം തന്നെ ഒരെണ്ണം ചെയ്യണമെന്ന് പറയുന്നുണ്ട്, നോക്കാം. പിന്നെ ഇപ്പം നമ്മളിപ്പോഴത്തെ ഒരു ചില കാര്യങ്ങളിലും, ഇപ്പം നമ്മുടെ ചില ഹൈന്ദവ കാര്യങ്ങളിലും ചില ഈശ്വരീയ കാര്യങ്ങളിലും ഞാൻ വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഭഗവാന്റെ ഒരു നമുക്കൊരു തോന്നുന്നതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ ശബരിമലയിൽ കുറേ കാലമായിട്ട് നമ്മുടെ ഹൈന്ദവ ആൾക്കാരെയും അതുപോലെ അയ്യപ്പ ഭക്തരെയും പറ്റിച്ചുകൊണ്ടിരുന്ന സംഭവമാണ് വാവരെന്ന് പറഞ്ഞൊരു സങ്കല്പം. നമുക്ക് പല പ്രാവശ്യം ശബരിമലയിൽ ദേവപ്രശ്നം വെച്ചപ്പോഴും ഈ വാവരെന്ന് പറഞ്ഞൊരു സംഭവത്തിന് അയ്യപ്പനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് തെളിയിച്ചതാണ്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ചില പ്രീണന നടപടികൾ കൊണ്ട് അത് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചില ഇസ്ലാം മഹാപണ്ഡിതർ തന്നെ പറഞ്ഞു, വാവര പള്ളി നടക്കുന്നതോ ഒന്നും ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ അവർ പരസ്യമായിട്ട് പറയാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാരും ഹൈന്ദവ ആചാര്യന്മാരും ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ സ്വർഗീയനായ ചെങ്കോട്ടുവാണൻ രാമദാസാശ്രമം മഠാധിപതി ജഗദ്ഗുരു സത്യാനന്ദ സ്വാമി തിരുവടികളാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഈ വാവരല്ല വാപൂരനാണെന്ന്. പക്ഷേ അന്ന് ആ കാര്യമായിട്ട് അതിനെ എടുത്തില്ല. പിന്നെ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വർഗീയനായി, അതുകൊണ്ട് അത് നടന്നില്ല. പക്ഷേ ഇപ്പം രണ്ടാമതിപ്പോൾ ആൾക്കാർക്കത് മനസ്സിലായി. ഇപ്പം ഭാരതത്തിൽ ഒട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് മനസ്സിലാക്കി തുടങ്ങി. ആൾക്കാർ വാവരല്ല വാപൂരനാണ് അയ്യപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, ശിവഭൂതമാണ് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ തന്നെ ബാംഗ്ലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ വാപൂരിനൊരു സ്ഥാനവും ഉണ്ടായി. പക്ഷേ ഒരുപാട് വിമർശനങ്ങളും കേൾക്കുന്നുണ്ട്. വിമർശനങ്ങൾ ഏതിലാണ് വരാത്തത്? എല്ലാത്തിലും വിമർശനം വരും, അതൊക്കെ എന്ത് കാര്യമില്ല. പക്ഷേ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് സത്യം ഇതാണെന്നുള്ളത്. ഇപ്പോൾ മാത്രമല്ല, പണ്ട് എരുമേലിയിലായിരുന്നു വാപൂരിനൊരു സ്ഥാനം ഉണ്ടായിരുന്നത്. ഈ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത മണ്ഡലകാലത്തിന് മുമ്പായിട്ട് എരുമേലിയിൽ വാപൂരിനൊരു ക്ഷേത്രം ഉയരും. അതിനുള്ള പ്രവർത്തനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ സിനിമ ജഗത് ശ്രീറാം എപ്പോഴത്തേക്കാവും? ഈ വർഷമോ അടുത്ത വർഷമോ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പൃഥ്വിരാജ് മൊത്തമുള്ളൊരു സിനിമയും അത് അടുത്ത വർഷമേ ഉണ്ടാവുള്ളൂ, ഈ വർഷം ഉണ്ടാവില്ല. അടുത്ത വർഷം എന്തായാലും പ്രേക്ഷകർക്കായി 2 ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ്. അതെല്ലാം ഞാൻ പറഞ്ഞത്, എല്ലാം ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാം സംഭവിക്കും, അത്രയേ ഉള്ളൂ. നമുക്ക് ആരുടെ കാര്യം പറയാൻ പറ്റും? ഇന്നത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റും, നാളത്തെ കാര്യം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നാളെ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് നടക്കും, അത് എന്താണ് നാളെ സംഭവിക്കുക ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈശ്വരൻ എന്താ തീരുമാനിക്കുന്നത് അതുപോലെ നടക്കും. ഏതായാലും വളരെയധികം നന്ദി. ഈ പറഞ്ഞതുപോലെ സിനിമയും അതുപോലെ തന്നെ മറ്റ് വിശേഷങ്ങളെല്ലാം പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിന് ഏതായാലും വളരെയധികം നന്ദി സാർ. ഇത്രയും സമയം സാറിന് നമസ്തേ. സ്വാമിയേ ശരണയ്യപ്പ.